വയനാട് മെഡിക്കൽ കോളേജ് കെട്ടിടത്തിൽ പൈപ്പ് പൊട്ടി സീലിംഗിലൂടെ വെള്ളം കുത്തിയൊഴുകി. പ്രശ്നം പരിഹരിച്ചതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. 2 വർഷം മുൻപ് നിർമ്മാണം പൂർത്തിയായ കെട്ടിടത്തിലെ പ്ലംബിംഗിന് നിലവാരമില്ലെന്ന് നേരത്തെ പരാതിയുണ്ടായിരുന്നു. വിശദവിവരങ്ങളുമായി കമൽ ചേരുന്നു. കമൽ, ഗുഡ് മോർണിംഗ്. ഈ 4 ലക്ഷം രൂപയ്ക്ക് ലൈഫ് പദ്ധതി പ്രകാരം വളരെ ഗംഭീരമായ വീട് വെക്കാൻ കഴിയും എന്ന് ഘോരം ബാധിക്കുകയും അതേസമയം എത്ര കോടികൾ മുടക്കിയാലും കെട്ടിടം ഇങ്ങനെയൊക്കെ പറ്റൂ എന്ന് പറയുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് നമുക്ക് നിലവിലുള്ളത്. അതുകൊണ്ട് ഇത്തരം കാഴ്ചകൾ സാധാരണക്കാരന് കൗതുകമേ ഇല്ലാതായി മാറിയിരിക്കുന്നു. ഇവിടെ ശരിക്കും എന്താണ് സംഭവിച്ചത്? നേരത്തെ ഉണ്ടായിരുന്ന പരാതികൾ എന്തൊക്കെയായിരുന്നു? മോത്തി, ഇന്നലെയായിരുന്നു ഈ സംഭവം. വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് സീലിംഗിലൂടെ വെള്ളം താഴേക്ക് പതിക്കുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് ആദ്യം ജീവനക്കാർക്ക് മനസ്സിലായില്ല. പിന്നീട് പ്ലംബിംഗ് ചെയ്യുന്ന ജോലിക്കാരെത്തിയാണ് എമർജൻസി പൈപ്പ് ലൈൻ പൊട്ടിയതാണ് എന്ന് കണ്ടുപിടിച്ചത്. അത് അപ്പോൾ തന്നെ പരിഹരിച്ചു. പക്ഷേ ഈ വെള്ളം ഒഴുകി ജീവനക്കാർ കുറെ നേരം ആ വെള്ളമൊക്കെ നീക്കം ചെയ്യാൻ കുറെ ശ്രമിക്കേണ്ടി വന്നു. മാത്രമല്ല, ഇത് പുതിയ കെട്ടിടമാണ്. 2 വർഷം മുൻപ് ഉദ്ഘാടനം ചെയ്തു. കാർഡിയാക് കോപ്പിയും പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും വാർഡൊക്കെ പ്രവർത്തിക്കുന്ന പുതിയ കെട്ടിടമാണ്. ഈ കെട്ടിടത്തിന്റെ നിർമ്മാണത്തെ പറ്റിയും പ്ലംബിങ്ങിനെ പറ്റിയൊക്കെ ചില പരാതികൾ ഉയർന്നിരുന്നു. ആദ്യം ഈ കെട്ടിടം നിർമ്മിച്ച കരാറുകാരൻ കെട്ടിവെച്ച പണം സർക്കാർ തടഞ്ഞു വെച്ചു. അത് കൊടുക്കാതെ ആ പണം ഉപയോഗിച്ച് വീണ്ടും ആ അപാകതകൾ പരിഹരിക്കാൻ ടെൻഡർ നൽകി പരിഹരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഈ പ്ലംബിങ്ങിനെ കുറിച്ചാണ് പ്രധാനമായും പരാതി ഉണ്ടായത്. എന്താണ് ഈ പൈപ്പ് പൊട്ടാനുണ്ടായ സാഹചര്യം എന്ന് വ്യക്തമല്ല. സീലിംഗിന് മുകളിലത്തെ നിലയിലോ പൈപ്പ് പൊട്ടിയ വെള്ളമാണ് ഈ സീലിംഗിലൂടെ കുത്തിയൊഴുകി വന്നത്. എന്താണെങ്കിലും ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ്. അവിടെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. മോദി. ശരി കമൽ, വയനാട്ടിലാണ് സംഭവം.